ക്യാൻവയിൽ സിമ്പിളായി മാർക്ക് ലിസ്റ്റ് ഫ്രെയിം എങ്ങനെ എഡിറ്റ് ആക്കുക. നിങ്ങൾ ബിഗിന്നറാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഫുള്ള് കാണണം. നമുക്കെങ്ങനെ എഡിറ്റ് ചെയ്ത ഫോട്ടോ ഫ്രെയിമൊക്കെ ആക്കുക ഒക്കെ വീഡിയോൻ്റെ ലാസ്റ്റ് ഇൻക്ലൂഡ് ആക്കേണ്ടി വീഡിയോ ഫുള്ള് കണ്ടാലേ മനസ്സിലാവുള്ളൂ. റിസൾട്ടിൻ്റെ ടൈമിൽ മാത്രമേ നമുക്ക് ഈ ഫ്രെയിമിൻ്റെ ഓർഡർ ഇട്ടുള്ളൂ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ എഡിറ്റാക്കി കൊടുക്കണം. ആദ്യം തന്നെ പിൻട്രസ്റ്റ് ഓപ്പൺ ആക്കുക, ഗൂഗിൾ ടെംപ്ലേറ്റും സെർച്ച് ആക്കുക. ഇതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ടെംപ്ലേറ്റ് സെലക്ട് ആക്കുക. നമുക്ക് വേണമെങ്കിൽ ഗൂഗിളിൽ തന്നെ സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ട് അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ പിൻട്രസ്റ്റ് വന്നാണ്ട് അങ്ങനെ ചെയ്താൽ നമുക്ക് സിമ്പിൾ വെച്ച് അങ്ങനെ ആക്കാം. അത് നമുക്ക് ഇഷ്ടമായൊരു ടെംപ്ലേറ്റ് നമ്മൾ ഡൗൺലോഡ് ആക്കുക. എന്നിട്ട് നേരെ ക്യാൻവ ഓപ്പൺ ആക്കുക. നമ്മൾ ഏത് ഫ്രെയിമിലാണോ എഡിറ്റ് ആക്കുന്നത് അതിനനുസരിച്ചുള്ള ഒരു ഡോക്യുമെൻ്റ് നമ്മൾ സെലക്ട് ആക്കുക. ഞാനിപ്പോൾ മിനി ഫ്രെയിമാണ് ചെയ്യുന്നത്, അതുകൊണ്ട് 4x4 എടുത്തേക്കാണ് കസ്റ്റം സൈസിൽ പോയുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ ഡൗൺലോഡ് ആക്കി വെച്ച് ഗൂഗിൾ ടെംപ്ലേറ്റ് നമ്മൾ ഇതിലേക്ക് ആഡ് ആക്കുക. ഞാനിപ്പോൾ ആ ടെംപ്ലേറ്റിൻ്റെ നിറം മാത്രം കിട്ടാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ആക്കുന്നുണ്ട്. നമുക്ക് എന്താണ് സെർച്ച് ബാർമേൽ എഴുതേണ്ടത് വെച്ചാൽ അങ്ങനെ ഇത് ഞാനിപ്പോൾ ഇവിടെ കൺഗ്രാജുലേഷൻ ഡിയർ എന്നാണ് എഴുതുന്നത്. മാർക്ക് ലിസ്റ്റും ഫോട്ടോയും നമ്മൾ അപ്ലോഡ്സിൽ പോയാണ്ട് ആഡ് ആക്കുക. എല്ലാതും കറക്റ്റ് സൈസിലാക്കിയാണ്ട് നമ്മളൊന്ന് ഡൗൺലോഡ് ആക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഫ്രെയിം വർക്കൊക്കെ തുടങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിൻട്രസ്റ്റ് പോയാണ്ട് ഒരു മിനി ഫ്രെയിമാണെങ്കിൽ മിനി ഫ്രെയിം സെർച്ച് ആക്കിയാണ്ട് ഏത് ഫ്രെയിം വെച്ചാൽ എല്ലാം നമുക്ക് പിൻട്രസ്റ്റിലുണ്ടാവുമല്ലോ. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഫോട്ടോ സെലക്ട് ആക്കിയാണ്ട് നേരെ ആഡ് ആക്കുക. ഞാനിപ്പോൾ എൻ്റെ അടുത്ത് ആദ്യം ചെയ്ത വർക്കിൻ്റെ ഒരു ഫോട്ടോ ആണ്. അതിൽ ജസ്റ്റ് മാർക്ക് ലിസ്റ്റിൻ്റെ ഫ്രെയിം ആഡ് ആക്കുകയാണ്. എന്നിട്ട് എലമെൻസിൽ പോയാണ്ട് ഒരു ഫ്രെയിം സെലക്ട് ആക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ എഡിറ്റ് ചെയ്ത് വെച്ച ആ ഫോട്ടോ ആ സൈസിന് കറക്റ്റ് ആക്കിയാണ്ട് വെക്കുക. ഇപ്പോൾ കണ്ടാൽ നമ്മൾ ചെയ്ത് വർക്കാന്ന് തന്നെ പറയുള്ളൂ. 4 ഭാഗം എല്ലായിടത്തും ഒന്ന് അഡ്ജസ്റ്റ് ആക്കിയാണ് നേരെ നമ്മൾ ഫോട്ടോ ഡൗൺലോഡ് ആക്കുകയാണ്. നിങ്ങൾക്ക് ഇങ്ങനെ എഡിറ്റ് ആക്കിയാൽ എന്തായാലും ഓർഡർ കിട്ടും. വീഡിയോ ഇഷ്ടമായ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി.